രാവിലെ 8 മണി. ചായ 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 ചായ. മോനായി പോയി. ഭർത്താവായിരുന്നു ഞാൻ വല്ല വിഷമം കൊടുത്തു വന്നേനെ. ഇതോടെ നിർത്തിക്കോണം. ചായ കൂടി താനിങ്ങനെ ദേഷ്യപ്പെടാതെ, തലവേദനിച്ചിട്ടാണ്. ഇത് കുടിക്കുമ്പോൾ മാത്രമാണ് ഒരു ആശ്വാസം. സോറിടാ, എനിക്ക് അറിയണ്ടായിരുന്നില്ല. എനിക്ക് ഈ തലവേദന വരുന്നത് എങ്ങനെയാണെന്നറിയോ? മെയിൻ റീസൺ ഡീഹൈഡ്രേഷനാണ്. നമ്മുടെ ബോഡിയിൽ 70% വാട്ടർ ആണെന്ന് അറിയാലോ. ഡീഹൈഡ്രേഷൻ ആവുമ്പോൾ ബ്ലഡ് ഫ്ലോ കുറയും. അങ്ങനെ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ ബോഡി കുറേ കഷ്ടപ്പെടും. അങ്ങനെ തലവേദന വരാം. പിന്നെ ബ്രെയിനിലെ സെറോട്ടോണിൻ ലെവൽ കുറഞ്ഞു വരുമ്പോഴും ഇതുപോലെ തലവേദന വരും. പിന്നെ നിന്റെ സ്ക്രീൻ ടൈം കൂടുതലാണെങ്കിലും തലവേദന ഉണ്ടാവാറുണ്ട് ഇല്ലേ? അതേപോലെ നിനക്ക് ഉറക്കക്കുറവുണ്ടെങ്കിലോ ടെൻഷൻ ഉണ്ടെങ്കിലോ നെക്കിലുള്ള മസിൽസിന് എന്തെങ്കിലും സ്റ്റിഫ്നെസ് ഉണ്ടെങ്കിലോ തലവേദന വരും. ഇപ്പം നീ തലവേദന വരുമ്പോൾ ചായ കുടിക്കുന്നുണ്ട്. അതൊരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ്. അത് കുടിച്ചു കഴിയുമ്പോൾ വീണ്ടും നിനക്ക് തലവേദന വരികയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ചായ കുടിച്ചിട്ട് മാത്രം തലവേദനയൊക്കെ ഒരു സൊല്യൂഷൻ ഇല്ലല്ലോ? ഇല്ല. നീ നിന്റെ ഉറക്കം ശ്രദ്ധിക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കുക. സ്ട്രെസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക. എക്സസൈസ് ചെയ്യുക. അല്ലാതെ എപ്പോഴും ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയല്ല വേണ്ടത്. ഓക്കെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതുപോലെ ചായ അല്ലെങ്കിൽ കോഫി കുടിച്ചുകൊണ്ട് മാത്രം തലവേദന കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആ കൂട്ടുകാരന് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും.